എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ആകെപ്പാടെ സങ്കടത്തിലായിരുന്നു നന്ദ. കാരണം പിങ്കിയുടെ വയറ്റിലേക്ക് ആ സരോഗസീത കുഞ്ഞ് വന്നതിന് ശേഷം പിങ്കിക്ക് അഹങ്കാരം ഇത്തിരി കൂടി. നന്ദനെ എങ്ങനെയാലും ഇവിടെ നാട്ടിപ്പയച്ച് ആ കുഞ്ഞിനെ സ്വന്തമാക്കുക എന്നത് മാത്രമായിരുന്നു പിങ്കിയുടെ ലക്ഷ്യം. പോരാത്തന് ആ കൂടെ ഗിരിജയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് പൂർത്തിയായി. പിന്നീട് പിങ്കി മനഃപൂർവ്വം നന്ദനെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കുറച്ചൊക്കെ നന്ദ കണ്ടില്ല കേട്ടില്ലെന്നൊക്കെ നടിച്ചങ്ങോട്ട് പോവാണ്. കാരണം 9 മാസം വരെ താൻ ക്ഷമിച്ചാൽ മതിയാവുള്ളൂ. തന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. പക്ഷെ എത്രയെന്ന് വെച്ചാ സഹിക്കുകയോ ക്ഷമിക്കുകയോ ഒക്കെ ചെയ്യുന്നേ. അവസാനം പിങ്കിയുടെ ആ ഒരു കൊടും ക്രൂരതയിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണുന്നത്. ഇതിന്റെ ഇടയ്ക്ക് പവിത്രയ്ക്ക് നല്ല 8ന്റെ പണിയും കിട്ടുന്നുണ്ട്. പവിത്രയാണെങ്കിൽ ഇത്രയും കാലം എല്ലാവരോടും ഒളിപ്പിച്ചു വെച്ചൊരു സത്യം ഉണ്ടായിരുന്നു, പവിത്രയുടെ 2ാം വിവാഹം എന്നുള്ള കാര്യം. പവിത്ര കുടുംബത്തിൽ ആരോടും അത് പറഞ്ഞില്ല. പക്ഷെ സജയം വന്നോട് കൂടിയിട്ട് അതിനൊരു മാറ്റം ഉണ്ടാണ്. സജയം വന്നിട്ട് പവിത്രനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മോഹിനിക്കും വല്ലാത്തൊരു ടെൻഷനാ. ഇപ്പൊ എന്താ ഇയാൾ വന്ന് പറഞ്ഞ് അവസാനം പവിത്രയോട് ഇതേക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പവിത്ര എന്ത് ചെയ്യാണ്, ഒന്നും സമ്മതിക്കുന്നില്ല. ഇയാൾ വെറുതെ വന്ന് പറയുന്നതെന്നൊക്കെ പറയാം. പക്ഷെ മോഹിനിക്ക് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. കാരണം പവിത്രയുടെ പെരുമാറ്റം അതുപോലത്തെ ആയിരുന്നു. കാരണം പവിത്രയ്ക്കുള്ളിൽ ഒരു പേടി തട്ടി. ഇയാൾ എന്തിനാ വന്നേ എന്നുള്ള ഒരു സങ്കോചം പവിത്രയുടെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് പവിത്ര അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം അയാളെ ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിച്ചിട്ട് അയാൾ അപേക്ഷിക്കുന്നുണ്ട്, ദൈവത്തെ ഓർത്ത് എന്റെ ജീവൻ നശിപ്പിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നേക്കല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊരു പക്ഷെ പവിത്രയുടെ ആദ്യ ഭർത്താവാന്ന് തോന്നേ ആ വന്നിരിക്കുന്നേ. എന്റെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി വരില്ല, ഞാനിവിടെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, എനിക്ക് പണമാണ് വേണ്ടത്, പണം തരുവാണെങ്കിൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്താനൊന്നും വരത്തില്ലെന്ന് പറയാം. പക്ഷെ പവിത്രയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1-2 രൂപയല്ല ചോദിക്കുന്നത്, കുറെ പൈസ അയാൾ ചോദിക്കുന്നത്. ലക്ഷങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പവിത്രയുടെ കയ്യിൽ അതൊന്നും എടുത്തു കൊടുക്കാനായിട്ടില്ല. പവിത്ര പറഞ്ഞു, അത്രയൊന്നും പൈസയൊന്നും എന്റെ തരാനില്ലെന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ നീ ഇന്ത്യവരത്തിൽ നിന്ന് ഇറങ്ങാനായിട്ട് റെഡി ആയിക്കോ എന്നൊക്കെ പറയണം. പവിത്രയ്ക്ക് വല്ലാത്ത പേടി. ആരോട് പറയും, എങ്ങനെ പറയും, എന്തു പറയുന്നൊക്കെ അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. ഈ സമയം മോഹിൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പവിത്രയുടെ മുഖമൊക്കെ അവസാനം പവിത്രനെ വിളിച്ച് ചോദ്യം ചെയ്യുവാണ്. ചോദ്യം ചെയ്തിട്ട് പവിത്ര സമ്മതിച്ചില്ല. അവസാനം പവിത്രനെ അടിക്കുന്നൊക്കെ ഉണ്ട്. നീ കള്ളത്തരം പറയുന്നോടി, എനിക്കറിയാം നീയും അവനും തമ്മിൽ എന്തൊക്കെ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഇത് കള്ളത്തരം പറഞ്ഞ് അങ്ങ് രക്ഷപ്പെടാനൊക്കെ നോക്കണ്ടെന്ന് പറയണം. പവിത്ര പറഞ്ഞു, ഇല്ലമ്മേ എനിക്ക് അയാളുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പവിത്ര പറഞ്ഞു, മര്യാദയ്ക്ക് ഇറങ്ങിക്കോണം, ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയാം. ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടുപോയേക്കല്ലെന്ന് പറയാം. അപ്പൊ തന്നെ ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, എന്താ മോഹിനി ഇങ്ങനെയൊക്കെ പറയണേ? ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞെന്ന് ഓർത്തോണ്ട് ആ ഒപ്പം നീ കിടന്ന് തുള്ളിയാൽ എങ്ങനെ ശരിയാവണേ? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ ഈ വീട്ടിലെ മരുമോളല്ലേ, പോരാത്തിന് നിന്റെ മരുമോളല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മോഹിനിയെ വഴക്ക് പറയുന്നുണ്ട്. അവസാനം മോഹിനി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പവിത്രനെ അടുത്ത് വിളിച്ചിട്ട് ലക്ഷ്മിയമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇതെന്താ പറ്റി നിനക്കെന്ന് ചോദിക്കുകയാണ്. പവിത്ര പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ലക്ഷ്മിയമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ആ പറയുന്ന സമയത്തിനും പവിത്രയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതെ, അരുൺ ചേട്ടന് ഒന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അരുൺ ചേട്ടനോട് ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോളാം എന്നൊക്കെ പവിത്ര പറയുന്നുണ്ട് ലക്ഷ്മിയമ്മയോട്. ലക്ഷ്മിയമ്മ പറഞ്ഞു, സാരമില്ല പോട്ടെ, മോഹിനി അപ്പോഴത്തെ ആ ദേഷ്യത്തിലൊക്കെ പറഞ്ഞായിരിക്കും, അതുകൊണ്ടായിരിക്കും നിന്നെ തല്ലുമൊക്കെ ചെയ്തേ, നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. കാരണം ഇത്രയും നാളും പവിത്ര ഒരു പൊട്ടിയുടെ രൂപത്തിൽ അവിടെ കഴിഞ്ഞിരുന്നേ. ആരെന്ത് പറഞ്ഞാലും അങ്ങനെയൊക്കെ രീതിയിലായിരുന്നു. പക്ഷേങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് എല്ലാവർക്കും നല്ല പാരയും പണിയുന്നുണ്ടായിരുന്നു പവിത്ര. ഇവിടെ പറയുന്ന അവിടെ ചെന്ന് പറയും, അവിടെ പറയുന്ന ഇവിടെ ചെന്ന് പറയും. കുടുംബത്തിൽ എങ്ങനെ കലഹം ഉണ്ടാക്കാമെന്ന് നോക്കിയിരുന്ന പവിത്രയ്ക്ക് തന്നെ അവസാനം പണിയുമായിട്ട് അങ്ങനെ സജയം വന്നേ. പവിത്രയുടെ ഊണും ഉറക്കവും എല്ലാം നഷ്ടപ്പെട്ടു. വല്ലാത്തൊരവസ്ഥയിലായി പവിത്ര. ആ സമയത്ത് അതിനേക്കാളും വലിയ പ്രതിസന്ധിയിലായിരുന്നു നന്ദ. നന്ദയ്ക്കാണെങ്കിൽ ജോലിക്ക് പോയാൽ പോലും ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ. കാരണം വീട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ട്. പോരാത്തന്നെ ഗിരിജയല്ലേ നോക്കുന്നേ. ഗിരിജയ്ക്കാണ് ഓരോ നിമിഷവും എങ്ങനെയാലും പിങ്കിനെ ഗൗതത്തിനും തമ്മിൽ എങ്ങനെയും ഒന്ന് അടുപ്പിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് അടുപ്പിക്കണം, അതിനു വേണ്ട എന്ത് തന്ത്രം പയറ്റാനായിട്ടും സമ്മതമായിരുന്നു. അങ്ങനെ രാത്രിയിലാണെങ്കിൽ പിങ്കി കിടക്കുന്ന സമയത്ത് പിങ്കിക്ക് കാലൊക്കെ കട്ട് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പറയണം. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്ന് ഗിരിജ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ തിരുമ്പി തരാമെന്ന് പറയണം. പിന്നെ തിരുമ്പി കൊടുത്തു കഴിഞ്ഞിട്ട് പിങ്കി പറഞ്ഞു, ഓ ഒരു രക്ഷയില്ലെന്ന് പറയണം. അന്ന് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗൗതത്തിനെ വിളിക്കാമെന്ന് പറയണം. അത് പിങ്കിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഗൗതം വന്ന് കാല് തടവി തരുവാൻ നല്ലതാണല്ലോ. പിന്നീട് ഗിരിജ പോയി ഗൗതത്തിനെ വിളിക്കുകയാണ്. ഗൗതത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ പിങ്കിക്ക് നല്ല കാലിന് വേനയുണ്ട്, ഒന്ന് വന്ന് തിരുമ്മി കൊടുക്കണമെന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നന്ദ ഉണർന്നു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് വല്ലാത്തൊരു ഷോക്കായി പോയത്. കാരണം പിങ്കിയുടെ അടവാന്നുള്ള കാര്യം മനസ്സിലായി.
പക്ഷെ തന്നെ അങ്ങോട്ട് അടുപ്പിക്കില്ലോ, താൻ അങ്ങോട്ട് ചെന്ന് പിങ്കീട് ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞേ. പക്ഷെ എന്നാലും നന്ദ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവുക. തന്റെ പുരുഷൻ വേറെ അന്യ സ്ത്രീയുടെ ദേഹത്ത് തൊടുന്ന ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. അവസാനം നന്ദ അങ്ങോട്ട് വരുവാണ്. നന്ദ വന്നിട്ട് പറഞ്ഞു, പിങ്കിയുടെ കാലിനുമേലല്ല, ഞാൻ നോക്കാം, ഞാൻ തടവാന്നൊക്കെ പറഞ്ഞപ്പോ ഗിരിജ പറഞ്ഞു, വേണ്ട വേണ്ട, നീ തടവൊന്നും വേണ്ട, നീ തടവിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും പിങ്കിമോടെ കാലും കൂടെ ഒടിച്ചു കളയും, അതൊക്കെ വേണ്ടാന്ന് പറയണം. അതെ, ഗൗതം ചെയ്താൽ മതി, ഗൗതം ചെയ്താൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി ഗൗതത്തിന്, വല്ലാത്തൊരവസ്ഥ. അവസാനം ലക്ഷ്മിയമ്മ എങ്ങോട്ട് വന്നിതറിഞ്ഞിട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു, അതെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഗൗതത്തിനോട് അങ്ങോട്ട് പോയിക്കോളാൻ പറയാണ്. അങ്ങനെ ലക്ഷ്മിയമ്മ തടവി കൊടുക്കുക. ഈ സമയം പിങ്കി നല്ല കട്ട കലിപ്പോട് കൂടി നോക്കുവാണ് നന്ദനെ. നന്ദയ്ക്ക് മനസ്സിലായി ഇതെല്ലാം ഇവളുടെ അടവാന്നുള്ള കാര്യം. ഗൗതം സാറിനെ കൊണ്ട് ഇവളുടെ കാല് തടവിക്കാനും അങ്ങനെയൊക്കെ അവളുടെ പ്ലാനിങ്. അത് മാത്രമല്ല, സ്വന്തമാക്കാനായിട്ട് കൂടുതൽ ഒന്നുകൂടെ അടുപ്പിക്കാനുള്ള പ്ലാനിങ്. അത് മാത്രമല്ല, ഒരേ സമയം ഗൗതം പുറത്തു പോകുമ്പോഴൊക്കെ പിങ്കി ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു വിടും, എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു വിടും. ഗൗതം അതെല്ലാം വാങ്ങിച്ചോടെ കൊടുക്കും. കാരണം തന്റെ മകനല്ലേ അവളുടെ വയറ്റി വളരുന്നേ, ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. ഇനി DGP പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണവശാൽ അവൾക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നി തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയാലോ, ആ കുഞ്ഞ് പുറത്തു വരുന്ന 9 മാസക്കാലം സഹിച്ച് ക്ഷമിച്ചേ പറ്റുള്ളൂ. പക്ഷെ നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. നന്ദ ഇത് ഗൗതത്തിനോട് പറയുന്നുണ്ട്, ഗൗതം സാറേ, ഞാൻ എത്ര എന്ന് വെച്ചാൽ ക്ഷമിക്കുന്നേ, ഒന്നും അല്ലല്ലോ, ഞാൻ ഒരു ഭാര്യയല്ലേ, എന്റെ കൺമുന്നിൽ ഇങ്ങനെയൊക്കെ നടന്നു കഴിയുമ്പോൾ എനിക്കത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ലെന്ന് പറയാ. താനിത് സമാധാനപ്പെടോ, 9 മാസം കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മുടെ കുഞ്ഞിനെയല്ലേ കിട്ടാൻ പോന്നേ. എനിക്ക് നല്ല സംശയമുണ്ട്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ തന്നെ ഈ വീട്ടിൽ നിന്ന് ഔട്ടാവുന്ന എനിക്ക് തോന്നുന്നേ. ആദ്യം അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്നെ ഇവിടുന്ന് മിക്കവാറും അടിച്ചു പുറത്താക്കിയിട്ട് ആ പിങ്കി കുഞ്ഞിനെ പോലും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെ പറയാം. ഗൗതം പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഞാനല്ലേ നിന്റെ ഭർത്താവ്, പിന്നെ എന്താ കുഴപ്പം. ദേ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും പിങ്കി എന്തൊക്കെ കടന്ന് ഡ്രാമ കളിച്ചാലും ദേ എന്റെ മനസ്സിലേക്ക് ഇനി അവൾ ഒരിക്കലും കടന്നു വരാൻ പോകുന്നില്ല. അവൾ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. എന്റെ മനസ്സ് നീ മാത്രമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നന്ദേനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ ഒരു ആശ്വാസം മതിയായിരുന്നു നന്ദയ്ക്ക്. പിന്നീട് അരുന്ധതി ആണെങ്കിലോ, അരുന്ധതി പിങ്കി പറയുന്നതിന് അപ്പുറമില്ലായിരുന്നു. അരുന്ധതിയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ പിങ്കി പ്രസവിക്കൂല. അപ്പൊ പിങ്കി പ്രസവിച്ച് കുഞ്ഞിനെ തന്നാൽ പിന്നെ നന്ദയുടെ കുഞ്ഞാണല്ലോ, ആ ഒരു ചിന്തയായിരുന്നു. അപ്പൊ പിങ്കി പ്രസവിക്കുന്നോടം വരെ പിങ്കിയുടെ കാര്യങ്ങളൊന്നും ഒരു മുടക്കം വരാതെ നോക്കണം. അതിനു വേണ്ടിയിട്ട് അരുന്ധതി ആണെങ്കിലും പെടാപ്പാട് കിടന്ന് പെടുന്നുണ്ടായിരുന്നു. പിങ്കി പറയുന്ന കാര്യങ്ങളെല്ലാം അരുന്ധതി അപ്പാടെ അങ്ങോട്ട് വിഴുങ്ങി. അതിന്റെ ഇടയ്ക്ക് നന്ദേനെ നന്നായിട്ട് കുറ്റം പറയുന്നൊക്കെയുണ്ട്. പാവം നന്ദ ഇതൊക്കെ കേട്ടിട്ട് നന്ദയ്ക്കൊന്നും പറയാൻ പോലും പറ്റില്ല. പക്ഷേങ്കില് പിങ്കിയുടെ മനസ്സിൽ വേറൊരു ക്രൂരതയും കൂടെ ഉണ്ടായിരുന്നു. കാരണം ഒരു പക്ഷേങ്കിൽ ഈ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് തനിക്ക് കിട്ടില്ലെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ അങ്ങനെ അവർക്ക് കൊടുക്കാൻ പോകുന്നില്ല. ഈ കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, ഈ കുഞ്ഞിനെ അങ്ങോട്ട് വയറ്റി വെച്ച് തന്നെ തീർത്താലും കുഴപ്പമില്ല. ഒരു കാരണവശാലും നന്ദയ്ക്ക് ഈ കുഞ്ഞിനെ കിട്ടരുത്. നന്ദയും ഗൗതമും അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കരുത്. നന്ദയെ ഗൗതം ചേർത്ത് പിടിക്കുന്ന കാണുമ്പോൾ പിങ്കിക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. കാരണം തനിക്ക് കിട്ടേണ്ട സ്നേഹം അത് നന്ദയ്ക്ക് കൊടുക്കുക എന്നൊരു ചിന്തയും കൂടെ പിങ്കിയുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. താനാണ് ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നത്, അപ്പൊ തന്നെയാണ് ഗൗതം ചേർത്ത് പിടിക്കണ്ടേ. പക്ഷെങ്കിൽ അവളെ ചേർത്ത് പിടിക്കുന്നു. അതൊക്കെ പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവസാനം പിങ്കി എന്ത് ചെയ്യണം, ഗിരിജയോട് പറഞ്ഞു, അതെ ചിറ്റേ, ഞാനൊരു കാര്യം പറയാം, ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇതിനെ ഞാൻ വയറ്റി വെച്ച് എന്നെ കൂടെ തീർക്കൂന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗിരിജ പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല മോളെന്ന് പറയണ. എന്താ ശരിയാവില്ലാത്ത, അങ്ങനെ അവള് സൂഹിക്കണ്ടെന്ന് പറയണം. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പ്രസവിച്ചെടുക്കുന്ന കുഞ്ഞിനെ അവൾ അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ സൂഹിക്കണ്ടെന്ന് പറയണം. ഗിരിജ പറഞ്ഞു, മോളൊന്ന് സമാധാനപ്പെട്, എന്താന്ന് വെച്ചാൽ നമുക്കൊരു വഴിയൊക്കെ ഉണ്ടാക്കാം, ഇനി സമയമുണ്ടല്ലോ. അതിന്റെ ഇടയ്ക്ക് അതെ പിങ്കിമോടെ സ്വന്തമായ തരും ഗൗതം എന്നൊക്കെ പറഞ്ഞോണ്ട് ഗിരിജ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഗൗതത്തിനെ പിങ്കിയുടെ സ്വന്തമാക്കണം എന്നാണ് ഗിരിജയുടെ ഒരു ഉള്ളിലിരിപ്പ് മാത്രം. അതിനുവേണ്ടി നന്നായിട്ട് കിടന്ന് പരിശ്രമിക്കുന്നുണ്ട്. പിന്നീട് ഗൗതം പുറത്തേക്ക് പോകുന്ന സമയത്ത് പിങ്കി കുറെ ഫ്രൂട്ട്സിന്റെ കാര്യമൊക്കെ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പപ്പായം പറയുന്നുണ്ട്. പപ്പായം വാങ്ങിച്ചോണ്ട് വരണമെന്ന് പറയാണ്. അങ്ങനെ ഗൗതത്തിന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലോ. പപ്പായ സാധാരണ ഗർഭിണികൾക്കാരും കൊടുക്കുന്ന കാര്യമല്ല, അബോർട്ടായി പോവും പപ്പായ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പപ്പായ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അബോർട്ടായി പോകുന്നോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നു ഗൗതത്തിന് അറിയത്തില്ല. ഗൗതത്തിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗതം വാങ്ങിച്ചോണ്ട് വരുക. അങ്ങനെ വാങ്ങിച്ചോണ്ട് വന്നു കഴിയുമ്പം പിങ്കി പറഞ്ഞു, അതെ ഒന്ന് പോയി കട്ട് ചെയ്തെടുത്തോണ്ട് വരാമെന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഗൗതം തന്നെ കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു, വേറെ ആരുടെയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. നന്ദനെ കൊണ്ട് തൊടിയിക്കാൻ പോലും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഗൗതം എന്ത് ചെയ്യുവാണ്, ഗൗതം തന്നെ അത് പോയി കട്ട് ചെയ്തൊക്കെ എടുത്തോണ്ട് വന്ന് വെച്ച് കഴിയുമ്പത്തേനും പിങ്കി പറഞ്ഞു, അതെ എനിക്കിത് ഗൗതം തന്നെ എടുത്ത് വായി വെച്ച് തന്നെന്ന് പറയണം.
ഗൗതം ആ പടെ വല്ലാത്തൊരു വെപ്രാളത്തിലായിപ്പോയി. എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും? പക്ഷെ അവസാനം നിവൃത്തിയില്ലാതെ വന്നു. DGP പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിരിക്കുക. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ വല്ല കൊതിയും കുത്തിയിരുന്ന് അല്ലെങ്കിൽ തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയാലോ. ഗൗതം വന്നിട്ട് അത് പിങ്കിക്ക് കൊടുത്തു. പക്ഷേങ്കില് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്ക് വയറ്റിനകത്തൊരു അസ്വസ്ഥതകളൊക്കെ തുടങ്ങുന്നുണ്ട്. കാരണം പിങ്കിക്ക് അറിയായിരുന്നു ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ശരിയായിട്ട് അല്ലെന്ന്. കാരണം ഒന്നെങ്കിൽ കുഞ്ഞിന് എന്തായാലും അയങ്കവൈകല്യം ഒക്കെ ഉണ്ടാവണം, നല്ല കാര്യമല്ലേ. തനിക്ക് കിട്ടിയില്ലെങ്കിൽ ആ നന്ദ എങ്ങനെ സൂഹിക്കേണ്ടെന്നുള്ള രീതിയായിരുന്നു. പക്ഷെ പപ്പായ കഴിച്ചെന്നുള്ള കാര്യം പിന്നെയാണ് നന്ദ അറിയണേ. നന്ദയ്ക്കാണ് ആ ടെൻഷനായിപ്പോയി. ഗൗതമിനെ കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ഗൗതം സാറ് ഒരു പോലീസ് ഓഫീസർ അല്ലേ, ഈ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാൻ പാടില്ലേ, ഇത്ര പ്രായമുള്ള ആൾക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗൗതം പറഞ്ഞു അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. നന്ദ പറഞ്ഞു ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുഞ്ഞിന് എന്തേലും സംഭവിച്ചോണ്ടല്ലോ അപ്പൊ ഞാൻ പിങ്കീനെ വെറുതെ വെച്ചേക്കില്ല. ഞാൻ അന്നേ പറഞ്ഞ ഇതൊന്നും വേണ്ടാന്ന്, ഈ സരോഗസിക്ക് പിങ്കീനെ തെരഞ്ഞെടുക്കണ്ടാന്ന്, എല്ലാരും കൂടെ ചേർന്നിട്ട് ചെയ്തതല്ലേ എന്നൊക്കെ പറയണം. ഇതറിഞ്ഞപ്പോ ലക്ഷ്മി അമ്മയും ഗൗതത്തിനെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്. പിന്നീട് പിങ്കിയോട് വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം പിങ്കിനെ കൂടുതൽ അങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് ചീത്ത പറയാൻ പറ്റില്ല. ഇവളിനി ഇതിനേക്കാളും വലിയ കുതന്ത്രം കാണിക്കുമെന്ന് നന്ദയ്ക്കാണെങ്കിലും അറിയാം. ലക്ഷ്മിയമ്മ വന്ന് നന്ദയെ ആശ്വസിപ്പിച്ച് പോട്ടെ മോളെ, ദൈവമായിട്ട് തന്നാണെങ്കിൽ ദൈവം ഒരിക്കലും കളയാൻ പോകുന്നില്ല. കാരണം എത്രമാത്രം നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കാണെങ്കിലും നന്നായിട്ടറിയാം. അതുകൊണ്ട് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ആ കുഞ്ഞിന് ഒരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആശ്വസിപ്പിച്ചാലും നന്ദയുടെ മനസ്സിൽ വല്ലാത്ത സങ്കടമായിരുന്നു. തന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്ര നാളും ആശിച്ചും മോഹിച്ചും ഒക്കെ വെറുതെ ആയിപ്പോവും, ആ ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. പിങ്കി പക്ഷെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം 9 മാസം വരെ ഈ കുഞ്ഞിനെ ചുമന്നാ മതി. കാരണം 9 മാസം കഴിയുമ്പോൾ അവൾക്ക് പ്രസവിച്ച് കൊടുക്കണം. പക്ഷെ കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളും താനാണ്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിനു മുമ്പ് താൻ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്യും. തനിക്ക് കിട്ടില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ താൻ ഒരു കടുങ്കൈ ചെയ്യും എന്നൊക്കെ ഒരു ദൃഢപ്രതിജ്ഞ പിങ്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയം ലക്ഷ്മിയമ്മ നന്ദേനെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. കാരണം ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി പിങ്കിയുടെ ഓരോ കുരുട്ടുബുദ്ധി എന്താന്ന്. ലക്ഷ്മിയമ്മ ഇടയ്ക്കിടയ്ക്ക് നല്ല കൊട്ട് പിങ്കിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ പിങ്കിക്ക് ഒന്നും ഏശെന്ന് പോലുമില്ല. ലക്ഷ്മിയമ്മ പറഞ്ഞ പുല്ലാന്നുള്ള രീതിയിലാണ് പിങ്കിയുടെ നിലപാട്. പക്ഷെ ലക്ഷ്മിയമ്മ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഒരുങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ലക്ഷ്മിയമ്മയ്ക്ക് അറിയാം തന്റെ മകന്റെ കുഞ്ഞ, അതോടൊപ്പം നന്ദയുടെ. പിങ്കിയുടെ മനസ്സിലിരിപ്പ് അറിയാം. പിങ്കിക്ക് അർജുൻ പോയിട്ട് ഇത്രയും നാളായിട്ട് പിങ്കി പെട്ടെന്ന് പിങ്കിയുടെ മനസ്സ് മാറിയതും അതൊക്കെ ലക്ഷ്മിയമ്മനെ മാത്രമല്ല നന്ദേനെയാണെങ്കിലും ഗൗതത്തിനാണെങ്കിലും ഒത്തിരി വേദനിപ്പിച്ച കാര്യമായിരുന്നു. അതിനേക്കാൾ ഉപരി സുമംഗല ഇടയ്ക്ക് കാണാൻ വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സുമംഗലയ്ക്ക് സങ്കടമൊക്കെ വന്നു. തന്റെ അർജുന്റെ ഭാര്യയായിരുന്നല്ലോ, പക്ഷേങ്കില് ഇപ്പൊ അവളെ കാണിക്കുന്നേ അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നൊരു ചിന്ത പോലും സുമംഗലയുടെ മനസ്സിലുണ്ട്. തന്റെ അർജുമാന്റെ കുഞ്ഞിനെയായിരുന്നു ഇവള് വയറ്റിൽ പേരണ്ടിരുന്നത്. പക്ഷേങ്കില് ഇപ്പോഴവളുടെ വയറ്റിലെ ഗൗതത്തിന് നന്ദയുടെ കുഞ്ഞാ. പക്ഷെ ഇപ്പൊ അവളുടെ മാറ്റമൊക്കെ കണ്ടിട്ട് അവളുടെ ആ പഴയ അർജുനോടുള്ള സ്നേഹമൊക്കെ പോയിട്ട് ഇപ്പൊ അവള് ഗൗതത്തിന്റെ പുറകെ നടക്കുവാണെന്നൊരു ചിന്ത പോലും സുമംഗലയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. കാരണം പെറ്റമ്മയാണല്ലോ, പെറ്റമ്മയ്ക്ക് അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നു. അതോടൊപ്പം തന്നെ പവിത്ര വിട്ടുപോവാണ്. ഇനി പവിത്രനെ കാണാനായിട്ട് വീണ്ടും സജയം വന്നു കഴിയുമ്പോഴത്തേനും പവിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇന്ത്യവരത്തിൽ എല്ലാവരും അറിയുകയാണ് പവിത്രയുടെ ഇത് രണ്ടാം വിവാഹമായിരുന്നു. അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ആകെപ്പാടെ പ്രശ്നമാണ് ആകുവാണ്. പവിത്ര തന്റെ നിരപരാധിത്വം വെളിവാക്കാൻ ശ്രമിച്ചെങ്കിലും ആരും അത് വിശ്വസിക്കുന്നൊന്നുമില്ല. പക്ഷെങ്കിൽ പവിത്രയ്ക്ക് കൂട്ടായിട്ട് ആ സമയത്ത് നന്ദയാണ് വന്നത്. എല്ലാവരും കുറ്റപ്പെടുത്തി പവിത്രനെ അകറ്റി നിർത്തുന്ന സമയത്ത് നന്ദ വന്നിട്ട് പറഞ്ഞു അതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അയാൾ വന്ന് എന്തേലും പറഞ്ഞോർത്ത് കുഴപ്പമൊന്നുമില്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിനക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ രക്ഷിക്കാന്നൊക്കെ നന്ദ പറയാണ്. ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച നന്ദയാണ്. പക്ഷെങ്കിൽ പവിത്ര തിരിച്ചറിയാം തനിക്കൊരു വയ്യായിക വന്നു കഴിഞ്ഞപ്പം, തനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ കൂടെ ആരാ ഉള്ളതെന്നുള്ള. വീട്ടിലുള്ള എല്ലാവരും ഇത്രയും കാലം പവിത്രനെ കെട്ടിപ്പിടിച്ച് നടന്ന മോഹിനി വരെയും തള്ളി പറഞ്ഞു. പക്ഷെ ആ സമയത്ത് നന്ദ മാത്രമാണ് പവിത്രയുടെ ഒപ്പം നിൽക്കുന്നത്, താങ്കും നണലുമായിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ഉറപ്പായിട്ട് ഒരു കാര്യം ഉറപ്പാ, ഇനിയിപ്പോ എന്തൊക്കെ പിങ്കി ചെയ്യുന്നു പറഞ്ഞാലും ആ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പോകത്തില്ല. ആ കുഞ്ഞ് പുറത്തു വരികയോ തന്നെ ചെയ്യും, നന്ദയ്ക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.